കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ സ്വകാര്യ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ അധ്യാപകർ ഒളിവിൽ തുടരുന്നു. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ കോളേജിൽ നിന്ന് ഇന്ന് പുറത്താക്കിയേക്കും. റാമിനെതിരെ പരാതി നൽകിയ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, നമുക്കറിയാം ഈ ഒരു വിദ്യാർത്ഥികളടക്കം ഈ ഒരു ആരോപണ വിധേയരായ ഡോക്ടർ റാമിന് എതിരെ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം വന്ന് നൽകിയത്. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ റാമിനെതിരെ പരാതി നൽകിയ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഈ ഡോക്ടർ MK റാമിനെതിരെ ഗുരുതരമായ പരാതിയാണ് ഓരോ ദിവസവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതിരൂക്ഷമായ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് ഈ MK റാമിൻ്റെ ഭാഗത്ത് നിന്ന്, അധ്യാപകനായ MK റാമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതായത് കറുത്ത നിറമുള്ളവരെന്നോ അല്ലെങ്കിൽ വെളുത്ത നിറമുള്ളവരെന്നോ ആരെയും വെറുതെ വിടില്ല. എല്ലാവരെയും ഇത്തരത്തിൽ അധിക്ഷേപിക്കുക, പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികളെ തല്ലിക്കുക, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കുക, ഇതൊക്കെയാണ് ഈ MK റാം എന്ന് പറയുന്ന അധ്യാപകൻ്റെ ഒരു രീതി എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. വളരെ മോശമായ രീതിയിലാണ് പലപ്പോഴും ഇയാൾ പെരുമാറിയിട്ടുള്ളതെന്നും വിദ്യാർത്ഥികൾ ഇന്നലെയൊക്കെ തുറന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. പരാതി നിരവധി തവണ നടപടി നൽകി, പക്ഷെ ഒരു നടപടിയും ഈ അധ്യാപകനെതിരെ ഉണ്ടായില്ല. ഇയാൾ ഇതിങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതാണ് ഇത്തരത്തിൽ നിതിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് പോലും എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ എന്നും ഇത്തരത്തിൽ മോശമായി പെരുമാറുന്ന വിദ്യാർത്ഥികളെ ഒരു തരത്തിൽ വളരെ മോശമായി കാണുന്ന ഒരു അധ്യാപകനാണ് MK റാം എന്നുള്ള കാര്യം വിദ്യാർത്ഥികളൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഏതായാലും പരാതികൾ ഇങ്ങനെ നിരവധി ഉയരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇയാൾക്കെതിരെ ഉള്ള കൂടുതൽ മൊഴികൾ ഇപ്പോൾ രേഖപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ സീനിയർ വിദ്യാർത്ഥികളടക്കം നിതിൻ്റെ സീനിയർ വിദ്യാർത്ഥികളടക്കം ഇത്തരത്തിൽ പരാതി പരസ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഏതായാലും അത് ഇന്ന് നടക്കും. മാത്രമല്ല ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, ഈ പ്രതികളായ MK റാം അതുപോലെ തന്നെ ഡോക്ടർ സംഗീത, ഇവർ രണ്ടുപേരും ഇപ്പോഴും ഒളിവിൽ തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ദിവസമായി ഇവരെ കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇവർ കേരളത്തിന് പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. അതുപോലെ തന്നെ SC/ST വകുപ്പ്, പീഡനം തടയൽ വകുപ്പ് അടക്കം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ ഈ രണ്ട് പ്രതികളും എവിടേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഇവർ MK റാം കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത്. അയാൾ കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും പോലീസ് ഇവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. നമുക്ക് അറിയാം, എല്ലാ ദിവസവും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അഞ്ചരക്കണ്ടിയിലെ ഈ സ്വകാര്യ ഡെന്റൽ കോളേജിലേക്കും അതുപോലെ തന്നെ MK റാമിൻ്റെ ഇന്നലെ ക്ലിനിക്കിലേക്കുമൊക്കെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. ക്ലിനിക്ക് പൂട്ടി DYFI പ്രവർത്തകർ താക്കോലുമായി പോകുന്ന ഒരു കാഴ്ചയുമൊക്കെ ഇന്നലെ കണ്ടു. അത്തരത്തിൽ വൻ പ്രതിഷേധം ഉയരുമ്പോഴും ഈ പ്രതികൾ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇവരിപ്പോഴും ഒളിവിൽ തുടരുന്നു എന്നുള്ളതാണ്. പോലീസ് ഇവരുടെ അറസ്റ്റ് വൈകിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ റാമിനെതിരെ കൂടുതൽ നടപടിക്കുള്ള സാധ്യത കൂടി ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ മാനേജ്മെന്റ് വ്യക്തമാക്കിയത്, ഈ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ റാമിനെതിരെ നിരന്തരം പരാതി പറയുന്ന സാഹചര്യത്തിൽ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കും എന്നുള്ളതാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. ഉടനെ ആ തീരുമാനം ഉണ്ടാകും എന്നാണ് ഇന്നലെ മാനേജ്മെന്റ് പറഞ്ഞത്. പക്ഷേ ആ തീരുമാനം ഇപ്പോഴും വൈകുകയാണ്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഒക്കെ ആയിരിക്കും ആ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ്. റാമിനെതിരെ ഇങ്ങനെ നിരന്തരമായി പരാതികൾ, നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരാതി പറയുന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കാനാണ് ഇപ്പോൾ കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രതികളെ കണ്ടെത്താതിരിക്കുന്നതിനൊപ്പം തന്നെ ഈ കുടുംബം ആരോപിക്കുന്നത് ഇങ്ങനെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഭീഷണിയാണ് ഇതിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം. ഈ കോളേജിലെ വിചാരണയും അതുപോലെ തന്നെ ഈ ലോൺ ആപ്പുകാരിൽ നിന്ന് വന്നുള്ള ഭീഷണിയും, അന്ന് ഏതാണ്ട് 98 കോളുകൾ ഈ ലോൺ ആപ്പുകാരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും ഇത്തരത്തിൽ അവിടെ ഒരു അധ്യാപികയുടെ
പേര് ഇത്തരത്തിൽ നിതിൻ ഈ ലോൺ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഈ ലോൺ ആപ്പുകാർ വിളിച്ച് ഈ അധ്യാപികയെ ഭീഷണിപ്പെടുത്തിയെന്നും ഒക്കെയാണ് അന്ന് പോലീസ് പറഞ്ഞത്. പക്ഷേ അത് കുടുംബം അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ഇന്നലെ ചെയ്തത്. കാരണം കുടുംബത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ലോൺ ആപ്പിൽ നിന്ന് നിതിൻ ലോൺ എടുത്തത്. അത് അമ്മയുടെ ചികിത്സാർത്ഥമാണ് എടുത്തത്. അതിൻ്റെ പൈസ തിരിച്ചടയ്ക്കുന്ന നടപടികൾ നിതിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ കുടുംബം ആ പൈസ തിരിച്ചടയ്ക്കുന്നുണ്ട്. 1-2 തവണ മാത്രമാണ് അടഞ്ഞത്. അതിനപ്പുറത്തേക്ക് നിതിൻ്റെ ആത്മഹത്യക്ക് കാരണം അതല്ല എന്നുള്ളത് തന്നെയാണ് കുടുംബം ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ കേസിനെ ഈ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ചു ജീവനൊടുക്കി എന്ന നിലയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് കുടുംബത്തിൻ്റെയും തീരുമാനമെന്ന് പറയുന്നത്. ഏതായാലും ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഈ റാമിനെതിരെ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഉടൻ തന്നെ നടപടി ഉണ്ടാവുകയും ചെയ്യും. അതേസമയം കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴികൾ റാമിനെതിരെ ഇത്തരത്തിൽ വെളുത്ത പാറ്റ, അതുപോലെ തന്നെ കറുത്ത പശു എന്നൊക്കെ വളരെ മോശം പരാമർശം നടത്തിയിട്ടുള്ള റാമിനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. ശരി, എന്തായാലും കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ സ്വകാര്യ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ അധ്യാപകർ ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ കോളേജിൽ നിന്ന് ഇന്ന് പുറത്താക്കിയേക്കും. റാമിനെതിരെ പരാതി നൽകിയ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയും ഉള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഇന്നലെയും കനത്ത ചൂട് രേഖപ്പെടുത്തിയത്. ഉയർന്ന താപനില തന്നെയാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ പാലക്കാട് ജില്ലയിൽ ഇനിയും താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ജില്ലകളിൽ മലയോര മേഖലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പകൽ സമയങ്ങളിൽ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും അതുപോലെ തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ഇനിയും ചൂട് കൂടും എന്നതായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങും. അതേസമയം ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും. വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. മണ്ഡല പുനർനിർണയം തിടുക്കപ്പെട്ട വേണ്ട എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. മണ്ഡല പുനർവിഭജനമാണ് ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ബില്ലിനെതിരെ പ്രതിപക്ഷം വോട്ട് ചെയ്തേക്കും. വനിതാ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ആക്കുമെന്നാണ് ബില്ലിലെ പ്രധാന നിർദ്ദേശം. സംസ്ഥാനങ്ങളിൽ ലോക്സഭ 815ഉം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 35 സീറ്റുകളുമായാണ് ഉയരുക. മണ്ഡല പുനർനിർണയത്തിനായി സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. വനിതാ സംവരണ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക പാർലമെന്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനായി ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും ചേരും. വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരിക്കും യോഗം.